ഹായ് ഫ്രണ്ട്സ്, ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞങ്ങളിപ്പോ നേരെ ഇപ്പൊ അങ്ങനെ അതിനുള്ളിലേക്ക് കയറുകയാണ് ഞങ്ങള്. ഇതാണ് ഫാബ് ഇന്ത്യ കേട്ടോ. നമ്മുടെ ജൂബിലി മിഷന്റെ അടുത്താണ് ഈ ഫാബ് ഇന്ത്യ ഉള്ളത്. നമ്മള് സ്ഥിരമായിട്ട് എപ്പോഴും അവിടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. നമുക്ക് എന്തെങ്കിലും ഒക്കെ മേടിക്കാനായിട്ട് നമ്മൾ എപ്പോഴും അവിടെ എത്തും. നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. നല്ല എന്താ പറയാ, കുറച്ച് അതിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഒരു കോട്ടൻ്റെയും എല്ലാം ഒരു പ്രത്യേകതയാണ്. നമുക്കൊരു ഭംഗിയാണ് അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ എന്താ പറയുക, ഇതിനെ നമുക്ക് ഇത് കുറച്ചുകൂടി നമുക്ക് റിച്ച് ഫീലിങ്സ് തോന്നും അത് കണ്ടു കഴിഞ്ഞാൽ. കുറേ അതായത് ചുരിദാർ മെറ്റീരിയൽസും പിന്നെ അതുപോലെ ടോപ്സുകൾ എല്ലാം ഉണ്ട്. നമ്മുടെ ഒരു വീട്ടിലേക്കുള്ള സകല സാധനങ്ങളും അതിനകത്തുണ്ട്. നമുക്ക് നല്ല നല്ല ഭംഗിയാട്ടോ കാണാനും. ഇതിന് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമ്മളൊരു അമ്പലത്തിനുള്ളിലേക്ക് കയറി നല്ല ഫ്രഷ് ഫീലിംഗ് ആണ് ഇവിടെ. നല്ല അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ ഞങ്ങൾ നേരെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. മുകളിലേക്ക് കയറി നമുക്ക് സായിക്കുട്ടിയാണ് കേട്ടോ. ഇപ്പോൾ നമ്മളുടെ ഇത് ക്യാമറ പിടിച്ചുകൊണ്ട് നടക്കുന്നത് സായിക്കുട്ടി തന്നെയാണ്. അപ്പോൾ ആ കാരണം ഞങ്ങൾ എനിക്ക് സുഖമായിട്ട് നടന്ന് ഓരോന്ന് പർച്ചേസ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ നോക്കാം. അങ്ങനെയൊക്കെ നടക്കുകയാണ് കേട്ടോ. കണ്ടോ, ഇതൊക്കെ കണ്ടോ, നല്ല നല്ല ഡ്രസ്സുകളാണ് കേട്ടോ. നല്ല നല്ല നമ്മൾ ക്രോപ്പ് ടോപ്സാണ് കേട്ടോ തപ്പിക്കൊണ്ട് നടക്കുന്നത്. അപ്പം അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഈ കളക്ഷൻസ് പിന്നെ ഇതൊക്കെ ഷോളുകളുടെ കണ്ടോ, സാരികൾ ഇതൊക്കെയാണ്. അപ്പം ഞാൻ ആദ്യം ഞങ്ങളൊരു ബ്ലൗസ് റെഡിമെയ്ഡ് സ്റ്റിച്ചഡ് ബ്ലൗസസ് തപ്പിയിട്ടാണ് കേട്ടോ നമ്മൾ എത്തുന്നത്. അവിടെ നിന്ന് അത് എത്തിയതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇത് നോക്കിക്കൊണ്ട് നിൽക്കാണ് കേട്ടോ. എന്ത് രസമാണല്ലേ എല്ലാം കാണാനായിട്ട്. അത് കഴിഞ്ഞു നമ്മൾ ഈ ഒരു ഡ്രസ്സ് കണ്ടോ, എന്താ അല്ലേ, അങ്ങനെ ഭംഗിയാണ് കേട്ടോ. ഓരോന്നിൻ്റെ ഭംഗി ഭയങ്കര സുന്ദരമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ചുകൂടി റിച്ച് ഫീലിങ്സ് തോന്നുന്ന പോലെ തന്നെ കുറച്ചുകൂടെ റേറ്റ്സ് ഉണ്ട്. പക്ഷെ അത് നമുക്ക് നല്ലതാണ്, അത് കാണാനൊക്കെ ആയിട്ട് നല്ലതാണ്. കുറച്ച് റേറ്റ് കൂടുതലാണ് ഇവിടെ. അപ്പം ഫാബ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ബ്രാൻഡാണല്ലോ. അപ്പം അതിൻ്റെതായ റേറ്റ്സ് ഒക്കെ കാണുകയും ചെയ്യും. അപ്പം അങ്ങനെ പുതിയ എനിക്ക് ക്രോപ്പ് ടോപ്സിനെ കുറിച്ചൊന്നും വ്യക്തമായിട്ട് എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. കുട്ടികളാണ് എനിക്ക് എല്ലാം പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പം അവരെനിക്കത് വിശദീകരിച്ച് തരാം എന്താണെന്ന്. എനിക്കാണെങ്കിൽ കല്യാണത്തിന് ആ സാരി തയ്ച്ചതാണ്, പിന്നെ സാരിക്ക് ബ്ലൗസ് തയ്ച്ചത്. പിന്നെ ഇന്നേ വരെ എനിക്ക് അങ്ങനെ ബ്ലൗസ് ഭയങ്കര ഫിറ്റും ഒക്കെ എനിക്കത് ഇട്ട് നടക്കാൻ സാരി ഉടുക്കലേ ഇല്ല. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് സുഖമാണ് ഇട്ട് നടക്കാനൊക്കെ. അപ്പം വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഒരെണ്ണം മേടിക്കണം എന്ന്. അപ്പം അങ്ങനെ നോക്കിയിട്ട് ഞാനും അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു. അപ്പം അങ്ങനെ ഇതൊക്കെ പറഞ്ഞു തരുന്നതൊക്കെ പിള്ളേരാണ്. അത് ഭയങ്കര രസമാണല്ലോ ഇതൊക്കെ കാണാനൊക്കെ ആയിട്ട്. അങ്ങനെ എനിക്ക് ഇപ്പം അത് കഴിഞ്ഞ് ഞാൻ ചുരിദാറിൻ്റെ കളക്ഷൻസ് നോക്കണ്ടോ എന്ത് രസമല്ല നീല കിടക്കുന്നത്. എനിക്ക് ആ നീല പച്ചയില്ലേ തൊട്ടുപുറത്ത് കണ്ടോ, പുതിയ നല്ലൊരു ക്രോപ്പ് ടോപ്പ് ആയിണ്ടല്ലേ. എന്ത് രസമാണല്ലേ. കമ്മലുകൾ നല്ല നല്ല കമ്മലുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ നല്ല റേറ്റ്സ് ഉണ്ട്. നല്ല കമ്മലുകളാണ്. നല്ല ഭംഗിയുള്ള സാധനം ആണെങ്കിലും നമുക്ക് നല്ല റേറ്റും ഉണ്ട്. കുറച്ച് നമുക്ക് അത് അഫോർഡബിൾ ആണെങ്കിൽ മാത്രം നമുക്ക് മേടിച്ചാൽ മതി. അല്ലാതെ നമുക്കത് എപ്പോഴും അത് വാങ്ങി യൂസ് ചെയ്യാൻ പറ്റണ അത്രയൊന്നും നമുക്ക് തോന്നില്ല. അത്രയൊക്കെ റേറ്റ്സ് ഉണ്ടോയെന്ന് ഇടയ്ക്ക് തോന്നിപ്പോവും ഇങ്ങനെയുള്ള ഇതിനെ. ഡ്രസ്സസ് ഓക്കെ അങ്ങനെ. പിന്നെ പേഴ്സസ് എന്ത് ഭംഗിയല്ലേ, ഞാനൊരു നിമിഷം നിന്നുപോയി. അപ്പം അത് കഴിഞ്ഞ് സായിക്കുട്ടി പറഞ്ഞു സായിക്കുട്ടിയിലെ ചുരിദാർ അവിടെ നിന്നാണ് മേടിച്ചത്, ഫാബ് ഇന്ത്യയിൽ നിന്നാണ്. വർഷങ്ങളായിട്ടോ ഇപ്പോഴും നല്ല ഭംഗി കണ്ടോ, നല്ല ഭംഗിയായിട്ടിരിക്കുന്നത് കണ്ടോ. ആ ഡ്രസ്സ് അത് അവിടെ നിന്ന് മേടിച്ചതാണ്. അപ്പം അത് കാണിച്ചു തരികയാണ് എനിക്ക്, അത് അവിടെ നിന്ന് മേടിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ഇതെടുത്തു. ഇതൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഈ ബ്ലൗസ് മേടിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞു എന്താ പറയുക,
സായിക്കുട്ടിയുടെ ക്യാമറ ഇങ്ങനെ ഇത് ഈ എന്താ പറയാ ക്രോപ്പ് ടോപ്സിന് ഇങ്ങനെ നോക്കി നിന്ന് നിൽക്കാണ്. അതിലെന്നെ തറഞ്ഞു നിൽക്കാൻ തോന്നുന്നുണ്ട് അതിന്റെ ഭംഗി കണ്ടിട്ട്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. അപ്പൊ അത് ഇതിലേതാ വേണ്ടേന്നുള്ളൊരു ഇതിലാണ് ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. എന്താ വേണ്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ അത് എത്രയായാലും ഇത് കേട്ടോ. പിന്നെ ഞാൻ അതിനെ കുറിച്ച് പറയാം. എനിക്ക് ഈ ടോപ്സുകൾ, ജീൻസിന്റെ ടോപ്സ് ഭയങ്കര ഇഷ്ടമായി. നല്ല നല്ല ടോപ്പുകളാണ് അല്ലേ. നമുക്ക് എന്താ പറയാ നല്ല രസമായിരിക്കും ഷോർട്ട് കുർത്ത. പിന്നെ അപ്പൊ അതിനെ കുറിച്ച് എനിക്ക് ഇതൊക്കെ വേണമെന്നുണ്ട്, മേടിക്കണമെന്നുണ്ട്. എന്താ ഇതിൽ ഏതാ വേണ്ടേന്നൊക്കെ ഞാൻ ചോദിച്ച് ഇങ്ങനെ നിൽക്കാം. അപ്പൊ അത് കഴിഞ്ഞ് എനിക്ക് വൈറ്റ് എനിക്ക് ഒരു ഭയങ്കര ഇഷ്ടമാണോ വൈറ്റ് കളറ്. അപ്പൊ വൈറ്റ് വെച്ചാലേ അമ്പലങ്ങളിലേക്കൊക്കെ പോവാനൊക്കെ ആയിട്ട് ഇടായിരുന്നു. അപ്പൊ സായിക്കുട്ടി പറയുന്നുണ്ട് ഹോളിക്ക് ഇടാന്ന്. ഹോളിക്ക് പോകുമ്പോ ഇടാ വൈറ്റ് നല്ലതായിരിക്കും അങ്ങനെ. അപ്പൊ ഞാൻ ചോദിക്കും എന്താണെന്ന് ഞാൻ ചോദിക്കാനായിട്ട് വന്നതാ, എന്താ ഹോളിയോ. അപ്പൊ കേട്ടോ എനിക്ക് ചുരിദാറുകളൊക്കെ എനിക്ക് ഇഷ്ടമായി. പക്ഷെ ഞാൻ ടോപ്പ് ചുരിദാറൊന്നും എടുത്തിട്ടില്ല. ഞാൻ ക്രോപ്പ് ടോപ്സും ഇങ്ങനെയുള്ള ചെറിയ ഒരു കുർത്ത പോലെയുള്ളത് അത് ഞാൻ എടുത്തിട്ടുണ്ട്. കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഈ പിങ്ക് കളർ ടോപ്പ് നല്ല രസമായിട്ടുണ്ടല്ലോ. എനിക്ക് പിങ്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് എല്ലാ കളറും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇന്ന കളേഴ്സ് ഒന്നുമില്ല. എനിക്ക് കുറച്ച് നല്ല നല്ല എല്ലാ കളേഴ്സും ഇത് കണ്ടോ. ഇത് രാജസ്ഥാനി ആണെന്ന് പറഞ്ഞത് വർക്കുകള്. അപ്പൊ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അതിനും 3000 എബോ ഉണ്ട്. അപ്പൊ അതൊക്കെ നോക്കി അങ്ങനെ അതൊക്കെ നോക്കി അവിടെ വെച്ചു. വിലയാണ് ഇപ്പൊ നോക്കി കൊടുക്കണത്. നല്ല വിലയുണ്ടെന്ന് ഞാൻ തന്നെ പറയാണ്, നല്ല വിലയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഇതൊക്കെ അങ്ങനെ നോക്കി വെച്ചു. പിന്നെ പിന്നെ നമുക്കറിയാലോ തെരഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. നമുക്ക് കുറെ നമ്മൾ എടുത്തു വെച്ചതിന് ശേഷം മാത്രം നമുക്കതൊന്ന് സ്യൂട്ട് ആണോ അല്ലേ എന്നൊക്കെ ഒന്ന് നോക്കിയാൽ മതിയല്ലോ. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് ക്രോപ്പ് ടോപ്പ് മാത്രമാണ്. അപ്പൊ പിന്നെ അതൊക്കെ വെച്ച് നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞു ഇങ്ങനെ വട്ടം തിരിഞ്ഞ് നിൽക്കുക. നമ്മളൊരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ വേണ്ടതെന്നുള്ളതാണല്ലോ കൺഫ്യൂഷൻ. പിന്നെ സായിക്കുട്ടി പറഞ്ഞു അവൾക്ക് ഷോള് നോക്കാനുണ്ട്. അപ്പം ഷോള് നോക്കാനായിട്ട് സായിക്കുട്ടി പോകുമ്പോ പിന്നെ ഞാനൊന്ന് എടുത്തു വെച്ചതാട്ടെ ഇതൊക്കെ. അപ്പൊ അത് കാരണം അതൊരു ഇതായി. അത് കഴിഞ്ഞ അങ്ങനെ സായിക്കുട്ടി അറിയാം എടുക്കണ്ടെന്നൊക്കെ എന്നോട് പറയുന്നുണ്ടായിരുന്നു. വേണ്ട നമ്മൾ സെലക്ട് ചെയ്യുന്നത് കാണുമല്ലോ അത് കാണണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അങ്ങനെ അതായി. പിന്നെ അത് കഴിഞ്ഞു എനിക്ക് പിന്നെ പോവാം. കളക്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ അവരെ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങാണ് കേട്ടോ. അപ്പൊ അങ്ങനെ കുറച്ച് സാധനങ്ങൾ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാനതങ്ങ് ഇറങ്ങി നമുക്ക് ശരി വിടാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഇറങ്ങാം. നല്ല സ്റ്റെപ്സും നല്ല വീടാണ് കേട്ടോ. ഒരു വലിയൊരു വീടാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ നമുക്കറിയാമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുക ഷീറ്റ്സാണ്. ബെഡ്ഷീറ്റ്സ്, പില്ലോ കവേഴ്സ് അതൊക്കെയാണ്. പിന്നെ ടവൽസ്, പിന്നെ സിറ്റി അതെല്ലാം ഉണ്ട്. എല്ലാം നല്ല റേറ്റ്സാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഗ്ലാസ്സുകളാണ്. ചായയൊക്കെ കുടിക്കാനുള്ള ഗ്ലാസ്സുകളും. പിന്നെ സായിക്കുട്ടി ഈ എന്താ പറയാ ഇതെന്താ സാധനം, ഒട്ടകാണോ ആനയാണോ? ആന മുകളിലിരിക്കുന്നുണ്ട്. ഇതെന്താ? ഞങ്ങള് കുറച്ച് ടോപ്സ് അതൊക്കെ നോക്കിയാണെങ്കിലും അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടാ. എനിക്ക് പാവകളെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഗ്ലാസസ് മിക്കാണ് ഓരോട്ടൊക്കെ വരിക. ഇങ്ങനെ നടക്കായിരുന്നു. അപ്പൊ ഇതൊന്ന് ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ്. ഞാൻ ഇതിന്റെ വിലയ്ക്ക് ഇങ്ങനെ നോക്കി എടുത്തതാണ് കേട്ടോ. ഇത് നന്നായിട്ടുണ്ടല്ലേ. ഞങ്ങൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങാണ്. ഫാമിലി വ്ലോഗ് നമ്മുടെ വാങ്ങിക്കലൊക്കെ കഴിഞ്ഞു. അങ്ങനെ വില്ലൊക്കെ കൊടുത്ത് എല്ലാം വാങ്ങിച്ച് നമ്മളെങ്ങനെ തിരിച്ച് നടക്കാം. ബൈ ബൈ. അങ്ങനെ ശരി. അടുത്ത വ്ലോഗിലേക്ക് നമുക്ക് പിന്നെയും കാണാം. നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഓഫ്. ബൈ. എന്താ സന്തോഷം അല്ലേ. അപ്പൊ ഞങ്ങൾ അവിടെ ഈ ഇത് കണ്ടു. നമുക്കൊന്ന് ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് ഞങ്ങളൊന്നൊരു ഫോട്ടോ